ബോളിവുഡിലേക്കുള്ള നടി സണ്ണി ലിയോണിന്റെ കടന്നുവരവ് ഏറെ ചർച്ചയായതാണ്. പോൺ രംഗത്തു നിന്നുമാണ് സണ്ണി സിനിമയിലേക്ക് കടന്നു വരുന്നത്. വളരെ പെട്ടെന്ന് ബോളിവുഡിൽ തൻ്റെതായ സ്ഥാനം നേടിയെടുക്കാൻ സണ്ണി ലിയോണിന് സാധിച്ചു. 2011 ബിഗ് ബോസ് ഹിന്ദിയിൽ മത്സരാർത്ഥിയായി എത്തിയതോടെയാണ് സണ്ണി ലിയോണിനെ മുംബൈ സിനിമാ ലോകം അറിയുന്നത്. പിന്നീട് ജിസം 2 എന്ന ഇറോട്ടിക് സിനിമയിൽ നായികയായി തുടക്കം കുറിച്ചു. ജിസം 2 ഹിറ്റായതോടെ സണ്ണി ലിയോണിന്റെ കരിയർ മാറിമറിഞ്ഞു. ഇന്ത്യയൊട്ടാകെ സണ്ണി ലിയോൺ തരംഗം അലയടിച്ചു. കേരളത്തിലും വൻ ആരാധക വൃന്ദം നടിക്കുണ്ടായി. കരിയറിനൊപ്പം കുടുംബജീവിതത്തിനും സണ്ണി ലിയോൺ ഇന്ന് പ്രാധാന്യം നൽകുന്നു. ഡാനിയൽ വെബറാണ് താരത്തിന്റെ ഭർത്താവ്. ഇരുവർക്കും 3 മക്കളുണ്ട്. വാടക ഗർഭധാരണം വഴിയാണ് ആഷർ സിംഗ് വെബർ, നോവ സിംഗ് വെബർ എന്നീ ആൺമക്കൾ താരത്തിന് പിറന്നത്. നിഷ സിംഗ് വെബർ എന്ന മകളെ ദത്തെടുക്കുകയായിരുന്നു. ഇപ്പോഴിതാ തന്നെക്കുറിച്ച് വന്ന ഗോസിപ്പുകളെക്കുറിച്ച് സംസാരിക്കുകയാണ് സണ്ണി ലിയോൺ. ഞാനും ഡാനിയലും വിവാഹമോചനം നേടുകയാണെന്നും താൻ ഗർഭിണിയാണെന്നും ഒരു ആർട്ടിക്കിളിൽ ഞാൻ വായിച്ചു. ഭർത്തൃമാതാവ് എന്നെ വിളിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് ഞാനും ഡാനിയലും പറഞ്ഞു. ചിലപ്പോൾ ചില മീഡിയകൾ തെറ്റേതായ വ്യാഖ്യാനങ്ങൾ നടത്തും. താനും ഡാനിയും ഈ ഗോസിപ്പ് കണ്ട് ചിരിക്കുകയായിരുന്നെന്നും സണ്ണി ലിയോൺ പറയുന്നു. ഡാനിയലിന്റെ അമ്മയും തൻ്റെ സഹോദരനും സഹോദരന്റെ ഭാര്യയുമാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത്. സഹോദരൻ എപ്പോഴും തന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ടെന്നും സണ്ണി ലിയോൺ വ്യക്തമാക്കി. സണ്ണി ലിയോണിന്റെ മാതാപിതാക്കൾ രണ്ടുപേരും ലോകത്തോട് വിട പറഞ്ഞതാണ്. തൻ്റെ മോശം പ്രതിച്ഛായ മാറ്റി ബോളിവുഡിൽ ശ്രദ്ധിക്കപ്പെടാൻ സണ്ണി ലിയോണിന് കഴിഞ്ഞു. എന്നാൽ ഈ യാത്ര എളുപ്പമായിരുന്നില്ല. ഒരു മുൻ പോൺ താരമെന്ന നിലയിൽ സണ്ണി ലിയോണിന് ചില അവഗണനകൾ നടിക്ക് വന്നിട്ടുണ്ട്. തനിക്കൊപ്പം അഭിനയിക്കുന്ന നടന്മാരുടെ ഭാര്യമാർ വളരെ ഇൻസെക്യൂർ ആയിരുന്നെന്ന് ഒരിക്കൽ സണ്ണി ലിയോൺ തുറന്നു പറഞ്ഞു. അവരുടെ ഭർത്താക്കന്മാരെ ഞാൻ സ്വന്തമാക്കുമെന്നാണ് അവരുടെ ഭയം. തനിക്കൊരു ഭർത്താവുണ്ടെന്ന് അവർ മനസ്സിലാക്കണമെന്നും മറ്റൊരാളുടെ ഭർത്താവിനെ ആവശ്യമില്ലെന്നും സണ്ണി ലിയോൺ തുറന്നു പറഞ്ഞു. ബോളിവുഡിന് പുറമെ തെന്നിന്ത്യൻ സിനിമാ രംഗത്തും സണ്ണി ലിയോൺ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. മലയാള ചിത്രം മധുരരാജയിൽ ഡാൻസ് നമ്പറുമായി സണ്ണി എത്തി. ഗാനം വൻ ഹിറ്റായി. സിനിമകളും ഷോകളുമായി കരിയറിലെ തിരക്കുകളിലാണ് സണ്ണി ലിയോൺ ഇപ്പോൾ. അടുത്ത കാലത്തായി കൂടുതലും ഷോകളിലാണ് സണ്ണി ലിയോണിനെ കാണാറുള്ളത്.